വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഒന്നും കൂടെ യൂട്യൂബിലേക്ക് ആക്റ്റീവായി തിരിച്ച് വരുന്നത്. ഇതിനിടയ്ക്ക് കുറച്ച് തിരക്കായിപ്പോയി, അതാണ്. സോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഒരു എന്നാ പറയണ്ട GTA 5 പോലത്തെ ഒരു ഗെയിം, അതായത് മൊബൈൽ വെർഷൻ GTA 5 എന്നൊക്കെ പറയാം. ജസ്റ്റ് ഈ ഗെയിം നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. കാര്യം ഞാൻ ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 വർഷമായി. പക്ഷേ ഞാൻ അന്ന് കളിക്കാത്ത ഈ ഗെയിമിന് വലിയ ഗ്രാഫിക്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അപ്ഡേഷൻ കൊണ്ടുവന്ന് ഇത്രയും ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇമാര് ഇമ്പ്രൂവ് ചെയ്തതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു ഉറപ്പിക്കാതെ കാര്യത്തിലോട്ട് വരാം. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഗ്രാഫിക്സ് ആണ് ഈ ഒരു ഗെയിമിലെ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ. കാര്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫോണിൽ ഗ്രാഫിക്സും എൻ്റെ ഫോണിലെ ഈ ഗ്രാഫിക്സ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇത് ഭയങ്കര ലോ ആയിട്ടുള്ള ഗ്രാഫിക്സ് ആണെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഗെയിമിലെ വണ്ടികളുടെ സൗണ്ടൊക്കെ നല്ല അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഇതിൻ്റെ FPP, അതായത് ഇൻറ്റീരിയർ അകത്തിൽ നമ്മൾ ഓടിക്കില്ല, FPP ഇട്ട് ഓടിക്കാൻ നേരത്തേക്ക് ഒരു പ്രത്യേക വൈബാട്ടെ ഈ ഗെയിമിലെ വണ്ടികൾ. ഞാൻ ജസ്റ്റ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് അത്യാവശ്യം ഒറിജിനാലിറ്റി രീതി തന്നെ ഇവർ സാധനമൊക്കെ സെറ്റ് വെച്ചിരിക്കുന്നത് കണ്ടോ. ഇതിനകത്തൊക്കെ CPMൻ്റെ അത്ര ഇല്ലെങ്കിലും ഏകദേശം നല്ലൊരു മെനക്കാണ് ഇവർ വണ്ടിയൊക്കെ ഈ ഗെയിമിൽ പണിത് വെച്ചിരിക്കുന്നത്. ഈ ഗെയിമിലെ വണ്ടികളുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ അതും അത്ര മോശമൊന്നുമല്ല. ഞാൻ കേൾപ്പിച്ചാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് ഗൈസ് ഈ ഒരു വണ്ടിയുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ. അവസാനം ഞാൻ ഒരു വണ്ടിയുടെ സൗണ്ട് എപ്പോൾ ഉണ്ട് അത് നിങ്ങൾ മസ്റ്റായിട്ടും കാണണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗെയിമിൽ കൊടുത്തിരിക്കുന്ന മാപ്പ് അത്യാവശ്യം നല്ല വലിയൊരു മാപ്പ് തന്നെയാണ്. GTA San Andreasൻ്റെ അത്ര ഒന്നും ഇല്ലെങ്കിലും എന്നാലും അത്ര അതിനോടൊക്കെ മുട്ടിക്കാവുന്ന രീതിയിലുള്ളൊരു അത്ര അത്യാവശ്യം വലിയ മാപ്പൊക്കെ തന്നെ കൊടുത്തേക്കുന്നത്. സ്ക്രീനിലൊക്കെ മാപ്പ് ഭയങ്കര ചെറുതാണെങ്കിലും പക്ഷേ നമുക്ക് ഗെയിം കളിക്കാത്ത കുറച്ച് വലിയതായ ഫീൽ ചെയ്യും. കാരണം നമ്മളൊരു സ്ഥലം മാർക്ക് ചെയ്തിട്ട് ആ സ്ഥലത്തേക്ക് എത്തുന്ന ഒരു താമസം അത്യാവശ്യം ദൂരമുണ്ട്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഈ സംഭവം ഒരു പണിത് വെച്ചത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വണ്ടി വല്ലതും പണിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഹോമിൽ പോവുക. അടുത്ത് ആ ഹോമിൽ വണ്ടി ഇവിടെ കിടക്കുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലെത്തും. അടുത്ത് ഇവിടെ ടൂണിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ടൂണിംഗ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ കുറേ ഇതൊക്കെ കാണാം. അവിടെ ഗ്രാഫിക്സ് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറേ വില്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പണിയാനുള്ള വില്ലി അത്യാവശ്യം ഇതുണ്ടോ കുറേ ഉണ്ട്. പക്ഷേ എനിക്ക് ഇതിനകത്ത് പോരായ്മ തോന്നിയ വേറൊന്നുമില്ല. കാര്യം പറഞ്ഞാൽ കുറേ വില്ലിയും അലോവിയിലും ടയേഴ്സൊക്കെ ഉണ്ട്, ഓക്കെ. പക്ഷേ എന്നാലും ഇതിനകത്ത് കിറ്റ് അധികം കൊണ്ടുവന്നിട്ടില്ല. ഇനി വരുന്ന അപ്ഡേഷനിൽ കൊണ്ടുവരുമായിരിക്കും അത് അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. കുറേ കിറ്റ് ഇങ്ങനെ കൊണ്ടുവരുന്നെങ്കിൽ, അതായത് CPMലൊക്കെ കണ്ടിട്ടില്ല നമുക്ക് എക്സ്ട്രാ സ്പോയിലറും വണ്ടി ഭയങ്കര ബൾക്കൊക്കെ പറ്റുന്ന കുറേയധികം കിറ്റുകളില്ല, അതുപോലത്തെ കിറ്റുകളൊക്കെ ഇത് വരുമായിരുന്നു, ഓക്കെ ആയിരുന്നു. വണ്ടി എന്നെ ഇത്രയും പണിയാൻ പറ്റുമെങ്കിൽ ഒരു കിറ്റും കൂടെ കൊണ്ടുവന്നാൽ നൈസ് ആയിരിക്കില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ കുറേ വണ്ടികളൊക്കെ നമുക്ക് ഡയമണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ വണ്ടികളൊക്കെ കാണുന്ന വണ്ടികളൊക്കെ എടുക്കണമെങ്കിൽ അത്യാവശ്യം പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടും, റിയൽ ലൈഫ് മണി കുറച്ച് പൊട്ടും. അങ്ങനെ ജെംസ് എടുത്തിട്ട് ആ ജെംസ് വെച്ച് വേണം ഈ വീടും അതൊക്കെ കാറുകളൊക്കെ വാങ്ങിക്കാൻ. ഇതിനകത്ത് വേണമെങ്കിൽ പണിത് നമുക്ക് വണ്ടികളെ കുറേ വാങ്ങിക്കാം കേട്ടോ. നല്ല രീതിയിൽ പണിയണം, ടാക്സി ജോബ് ചെയ്യണം, അങ്ങനെ കുറേ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. കുറേ ഗോൾഡ് കൂട്ടിച്ച് നമുക്ക് ഇത് വീടുകളും കാറുകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഗോൾഡും കാര്യങ്ങളും കൂട്ടി വെക്കുന്നതിന് പൈസയുടെ ആവശ്യമൊന്നുമില്ല. കുറേ വീഡിയോ കണ്ട് പൈസ ഉണ്ടാക്കാം. പിന്നെ എന്നാ പറയണ്ട, കുറേ ടാക്സി ജോബ് ചെയ്യുക, കാർഗോ സ്റ്റോൾ അതൊക്കെ കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ കുറേ പൈസ നമുക്ക് അങ്ങനെ നമുക്ക് കിട്ടും. പിന്നെ ഈ ഗെയിമിൽ ഞാനിപ്പോൾ നിലവിൽ നിൽക്കുന്ന സെർവറിൽ ഗൺ എടുക്കാൻ പറ്റില്ല. ഗൺ എടുക്കുന്ന സെർവർ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ സെർവർ സെലക്ട് ചെയ്തിട്ട് താഴെ ലെഫ്റ്റ് സൈഡ് മൂലയ്ക്ക് താഴെ കണ്ടോ RP എന്ന ഓപ്ഷൻ, ആ ജസ്റ്റ് ഒന്ന് ഓഫായി കൊടുക്കുക. ഓഫായി കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറേ സെർവറിന് ലിസ്റ്റ് വരും. ഇഷ്ടമുള്ള സെർവറിൽ നിങ്ങൾക്ക് കയറുക, ഗൺ എടുക്കുക, ഫൈറ്റ് കളിക്കുക. പിന്നെ നിങ്ങൾ ക്രിമിനലൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഓടിച്ചിട്ട് പോലീസ് അടിക്കാൻ വരും, അത് വേറെ കാര്യം. ജയിലിൽ കയറ്റാൻ വേണ്ടിയിട്ട് പോലീസ് വരും പുറകെ. അത് ഇതിനകത്തുള്ള എല്ലാവരും ഓൺലൈനിൽ കളിക്കുമ്പോൾ എല്ലാവരും റിയൽ പ്ലേസ് തന്നെ ആയിരിക്കും, അതായത് നമ്മളെപ്പോലെ തന്നെ ഉള്ളവർ തന്നെ ആയിരിക്കും, ബോട്ടുകളൊന്നും ഇല്ല കേട്ടോ ഇതിനകത്ത്. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഇതിനകത്ത് ഇപ്പോൾ പലർക്കും ഒരു ചോദ്യം കാണും, ഇതിനകത്ത് മൊത്തം ബംഗാളികൾ മാത്രമേ ഉള്ളൂ എന്ന്. ഒരിക്കലുമല്ല. RPയിൽ ഇന്ത്യൻ സെർവറിൽ ഫുള്ള് മലയാളികൾ മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ഫ്രീ ഫയറിൽ ബംഗാളികളില്ലേ, അതുപോലെ നമ്മുടെ ഈ RP സെർവറിൽ ഫുള്ള് മലയാളികൾ മാത്രമേ ഉള്ളൂ. ഫ്രീ ഫയറിൽ ബംഗാളികളാണെങ്കിൽ നമ്മുടെ ഇവിടെ ഫുള്ള് മലയാളികളായിരിക്കും. അതാണ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് RP കണ്ടോ, RPക്കകത്ത് India 3 സെലക്ട് ചെയ്യുക. India 3 സെലക്ട് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഇന്ത്യ എന്ന് പറഞ്ഞ സെർവറിൽ ഫുള്ള് മലയാളികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രോപ്പർ RP ഗെയിമേ അല്ല. നമ്മുടെ GTA 5 സാമ്പ് അത് കളിക്കുന്ന പോലെ ഒന്നും കളിക്കാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് എന്ത് തോന്നിയ ദിവസം കാണിക്കാം, തെറി വിളിക്കുന്ന ഒഴികെ ബാക്കി എന്ത് വേണം കാണിക്കാം. ഇപ്പോൾ ചുമ്മാ നിൽക്കുന്നവനെ പോയി ഇടിക്കുവാണെങ്കിൽ അവൻ നമ്മുടെ തന്തക്കും തന്തക്കും കയറി വിളിക്കും.
പിന്നെ ചിലമാരുണ്ട് ഇങ്ങോട്ടേക്ക് തെറി വിളിച്ച് അല്ലെങ്കിൽ വള്ളി പിടിച്ച് വരുന്നവർ. ഇപ്പം തെറി എന്ന് പറയുന്ന സാധനം അവിടെ വിളിക്കുകയാണെങ്കിൽ റോങ് ആയിട്ടുള്ള വേർഡ് അവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബാനാണ്. അത് ചാറ്റ് ചെയ്തിട്ടാണ് മൈക്ക് ഓണാക്കി പറഞ്ഞാലും അവിടെ ബാൻ നമുക്ക് കിട്ടും. പിന്നെ നമുക്കിത് ഇതുപോലെ പോലീസ് ജോബൊക്കെ എടുക്കാൻ പറ്റും. പോലീസ് ജോബിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെവലപ്പ് ആവുന്നവരും അവർ പറയുന്ന വണ്ടികൾ നമ്മൾ എടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ആ ജോബ് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ അത്യാവശ്യം ഞാൻ നല്ല ലെവലപ്പ് ആയിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് അവർ പറയുന്ന വണ്ടി ഇതിനകത്ത് ഗോൾഡ് കൊടുത്ത് വേണമെങ്കിൽ ഗോൾഡ് കൊടുത്ത് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും, ഡയമണ്ട് കൊടുത്താണെങ്കിൽ ഡയമണ്ട് കൊടുത്ത് നമുക്ക് വണ്ടി ഇറക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ എൻ്റെ ഈ വണ്ടിയൊന്നും ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. ഗൈസ്, ഇപ്പോൾ എങ്ങനെയാണ് ടാക്സി ജോബ് എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കിനി ഈ ലൊക്കേഷൻ അറിയില്ലെങ്കിൽ വേറെ ഒന്നും ചെന്നിക്കണ്ട, നേരെ മാപ്പ് എടുക്കുക. റൈറ്റ് സൈഡിൽ മൂലയ്ക്ക് മേളിലാണെങ്കിൽ ഓരോ പോയിൻ്റ് കാണും, അതായത് വണ്ടി റിപ്പയർ ചെയ്യുന്ന സ്ഥലം കാണും, ടാക്സി ജോബ്, കൊറിയർ ജോബ്, അങ്ങനെ കുറേ ലിസ്റ്റ് കാണും. അപ്പോൾ നിങ്ങൾക്ക് ഏതെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ പിടിച്ച് ഞെക്കിയാൽ മതി. ഞാനാണെങ്കിൽ ടാക്സി ജോബ് ഞെക്കിയ, അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അവർ ആ ലൊക്കേഷൻ ഇട്ട് തന്നു. ആ ലൊക്കേഷൻ മാർക്ക് ചെയ്ത് ഞാൻ ഇവിടം വരെ വന്നു. എന്നിട്ട് ദേ വണ്ടിക്കകത്തും കയറി ഇരുന്നാൽ മാത്രം മതി. കുറേ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് അടിച്ച് കളയാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനിഷ് ജോബ് കൊടുത്ത് നിങ്ങൾക്ക് ജോബിൽ നിന്ന് ഇറങ്ങി വരാനും പറ്റും. അങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഈ വേറൊന്നുമല്ല ഗൈസ്, ഈ ഒരു ഗെയിം ലോയിൻ്റെ ഡിവൈസിൽ കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കുറേ ഗ്ലിച്ച്, നിങ്ങളിപ്പോൾ അതിൽ കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ കുറേ ഗ്ലിച്ചും ബഗ്ഗും മൈക്ക് ബഗ് അങ്ങനെ കുറേ പ്രശ്നം കാണും. ടോട്ടലി സൗണ്ട് അടിച്ചു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. എനിക്കങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അന്ന് റെഡ്മി 9i എന്ന് പറഞ്ഞൊരു ഫോണായിരുന്നു. അത് കളിക്കാൻ പോലും എനിക്ക് പറ്റണമായിരുന്നു. എന്നിട്ട് അവസാനം ഞാൻ പുതിയ ഫോൺ എടുത്തു. ഇപ്പോൾ ഇതിനകത്ത് വലിയ പ്രശ്നമില്ല, കളിക്കാൻ ഒരു പ്രശ്നമില്ല. ഇടയ്ക്ക് അവിടെ ഗ്ലിച്ച് ബഗ് കൂടെ ഒരു അപ്ഡേഷൻ ടൈം ആകുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. ഗൈസ്, അപ്പോൾ ഇനി എങ്ങനെ ക്ലാനിൽ കയറണം ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു തലയോട്ടയുടെ പടം കണ്ടോ? ആ തലയോട്ടയുടെ പടത്തിൽ ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുക്കുക. ഞെക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇതൊക്കെ ക്ലാനാട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാനിൽ കയറാൻ ജസ്റ്റ് റിക്വസ്റ്റ് ഇടുക. ചില ക്ലാനിലേക്ക് നിങ്ങൾക്ക് ജോയിൻ അടിച്ച് ഡയറക്റ്റ് കയറാൻ പറ്റും. ചില ക്ലാനിൻ്റെ ഇങ്ങനെ നിങ്ങൾക്ക് ഇന്ന ക്ലാൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, ആ ക്ലാൻ അവിടെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ആ ക്ലാനിൽ നിങ്ങൾക്ക് കയറാനും പറ്റും. ഇത് കണ്ടോ, എനിക്ക് ഏതോ ക്ലാൻ റിക്വസ്റ്റൊക്കെ ഒന്ന് നടപ്പുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു ഗെയിമിൽ 2 രീതിയിലുള്ള റേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തെ റേസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേളിൽ നോട്ടിഫിക്കേഷൻ വരും. ഇതുപോലെ മേളിൽ കണ്ടോ, അതുപോലെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും വരും. രണ്ടാമത്തെ റേസ് ഈ ഇവിടെ പോയിട്ട് നമുക്ക് ഡ്രാഗ് അടിച്ചോടെ കളിക്കാൻ വരും. ഇത് ഡ്രാഗ് റേസ് ആണ്. ഓൺലൈൻ റേസ് ആണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. ഓൺലൈൻ റേസ് കളിച്ചാൽ നമുക്ക് കുറച്ച് ഗോൾഡും കാര്യങ്ങളും കിട്ടും. പക്ഷേ ഡ്രാഗ് അടിച്ചാൽ നമുക്കൊന്നും കിട്ടാതെ മുള്ള നമ്മുടെ വണ്ടി ജയിക്കും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഗൈസ്, അപ്പോൾ ഈ ഒരു ഗെയിമിലുണ്ട് എലൈറ്റ് പാസ് അല്ല ആർ പി ഈ ഒരു ഗെയിമിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം എന്തൊക്കെ ഉള്ളതെന്ന്. ആർ പിയുടെ ഓപ്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആർ പി നമ്മുടെ ക്യാരക്ടർ ലോബി നിൽക്കുന്നില്ലേ, അതിൻ്റെ തൊട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ജസ്റ്റ് നിൽക്കിയാൽ മതി. കാലിൻ്റെ കടിയിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ജസ്റ്റ് നിൽക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് വരും. ഇതാണ് ആർ പി നമുക്ക് 2 രീതിയിൽ എടുക്കാൻ പറ്റും. ഒന്ന് 390 കൊടുത്തെടുക്കാനും പറ്റും, ഒന്ന് 140 രൂപ കൊടുത്തെടുക്കാനും പറ്റും. 390 കൊടുത്തു കഴിഞ്ഞാൽ അത് പകുതിയൊക്കെ അവരൊരു 50% അവർ മാക്സാക്കി തരും, അപ്ഗ്രേഡ് തരും. 140 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇരുന്ന് തുടക്കം തൊട്ടേ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അത്ര ഉള്ള രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതിനകത്തും കുറേ അല്ല, ഒരു ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഔട്ട്ഫിറ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അതിൽ വരുന്നത്, ആർ പിയിൽ വരുന്ന ഔട്ട്ഫിറ്റ്. വലിയ കുഴപ്പമില്ല കേട്ടോ, അതിൻ്റെ ലുക്കുണ്ട് കാര്യം പറഞ്ഞാൽ കാണാൻ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാർ ഈ വണ്ടിയിൽ കൊണ്ടുവന്നേക്കുന്ന ഗ്രാഫിക്സ് ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള ഗ്രാഫിക്സ് ആട്ടോ എല്ലാ വണ്ടിയിലും അവന്മാർ കൊണ്ടുവന്നേക്കുന്നത്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഫോണിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഗ്രാഫിക്സ് ഉള്ളൊരു വൈസ് സിറ്റി ഗെയിം എന്നും കൂടെ ഒരു പേര് ഈ ഗെയിമിനുണ്ട്. ഈ ഗെയിം തുടക്ക സമയത്ത് ഇഷ്ടമല്ലായിരുന്നു, പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. കുറേ ഫ്രണ്ട്സിനെ കിട്ടി, അങ്ങനെ ഇതൊക്കെയാണ് കേസ് എന്ത് വണ്ടികളുടെ ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ ഇവന്മാർ നല്ല ഒരു കുറവും വരുത്താതെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ഈ വണ്ടിയുടെ സൗണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് കേൾപ്പിച്ചു തരാം. ഈ ഒരു വണ്ടിയുടെ സൗണ്ടാണ് എനിക്ക് ഈ ഗെയിമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സൗണ്ട്. ഇതും സുപ്രയുടെ സൗണ്ട്. സുപ്രയുടെ ഇടയ്ക്ക് പടപടവും നല്ല പൊട്ടുന്നുണ്ട് കാര്യം പറഞ്ഞാൽ. എനിക്ക് 2 വണ്ടിയുടെ സൗണ്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വണ്ടിയുടെ സൗണ്ട് കേൾപ്പിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇവന്മാർ വേറൊരു കാര്യം കൂടെ ഈ ഒരു ഗെയിമിൽ സെറ്റ് വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ, നമ്മളിപ്പോൾ ഏത് സൈഡിന്, അതായത് ഏത് ഡോറിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ഡോറിൻ്റെ ബട്ടൺ സ്വിച്ച് പിടിച്ച് ഞെക്കുന്നത്, ആ സൈഡിലത്തെ ഡോറിൽ നമ്മൾ കയറിയിരിക്കുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ആ സൈഡിൽ വന്നിട്ട് നമ്മൾ ഡോറിന് സ്വിച്ച് പിടിച്ച് വെക്കുകയാണെങ്കിൽ ഡയറക്റ്റ് വന്നിട്ട് ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കും. പക്ഷേ ബാക്കിയുള്ള ഗെയിമിൽ അങ്ങനെയല്ല. നമ്മൾ ഡോറിന് സ്വിച്ച് വെച്ചുമ്പോൾ പിടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് വന്ന് ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കും. ഇതിനകത്ത് അങ്ങനെയല്ല. നമ്മൾ ഏത് സൈഡിൽ നിന്നാണോ ഡ്രൈവിംഗ് സീറ്റ് ഞെക്കുന്നത് ആ സൈഡിലുള്ള ഏത് സീറ്റിലാണോ നമ്മൾ കയറിയിരിക്കും, ആ സൈഡിലുള്ള സീറ്റിലായിരിക്കും നമ്മൾ കയറിയിരിക്കുക. മനസ്സിലായില്ലേ? നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വണ്ടിക്കകത്ത് കയറി ഇരുന്ന് തന്നെ നമുക്ക് സീറ്റ് മാറിയിരിക്കാൻ പറ്റും. ജസ്റ്റ് ആ
ഡോർ സ്വിച്ച് ഞെക്കി പിടിച്ചിട്ട് തന്നെ ഞെക്കിക്കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സീറ്റിലേക്ക് മാറാൻ പറ്റും. അപ്പോൾ ഗൈസ് ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു ഗെയിമും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.